LGBT മൂവ്മെൻറ്റ് ഒന്നുകൂടി നമ്മളെ കേരളത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അഥവാ അതിന് കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് അവരുടെ മന്ത് ആചരിച്ചു. പിന്നെ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായ ചർച്ചകൾ ഇങ്ങനെ LGBT കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ വേരോട്ടം കിട്ടുകയും അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടാകുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഈ അടുത്താണ് അമേരിക്ക LGBT പൊളിറ്റിക്സിനെ തള്ളി പറഞ്ഞതും അതിൻ്റെ മുമ്പ് റഷ്യ, അഥവാ ഒരു വിഭാഗം രാജ്യങ്ങൾ അതിനെ കൂടുതൽ എതിർക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആളുകൾ അഥവാ മാനസികമായി ഇത്തരം തോന്നലുകളും അത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സങ്കീർണമായൊരു പ്രശ്നമാണ്. അപ്പോൾ അവരെ പരിഗണിക്കുന്നതോടൊപ്പം എന്നാൽ ഈ പൊളിറ്റിക്സ് മുന്നോട്ട് വരുമ്പോൾ അത് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു രീതി, അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം അതിഭയാനകമാണ്. അതിന് നമ്മുടെ ഇത് മുമ്പേ പ്രാക്ടീസ് ചെയ്തു പോകുന്ന ഒരുപാട് സമൂഹങ്ങൾ അതിന് നേർ സാക്ഷ്യവുമാണ്. അപ്പോൾ ബാദുഷാ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറഞ്ഞ ചാനൽ, അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ പ്രചാരകർ ആവുകയാണ്. അഥവാ സമൂഹത്തിൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില ആർഗ്യുമെൻറ്റുകളുണ്ട്, ചില സയൻറ്റിഫിക് സ്റ്റഡീസ്, അതിൻ്റെ ബേസ് ഇത്തരം കമ്മ്യൂണിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അഥവാ ഇവരെ ഈ ഒരു ബിഹേവിയറിന് സയൻറ്റിഫിക് ബേസ് ഉണ്ട് എന്ന തരത്തിലുള്ള ചില പഠനങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം? നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പൊളിറ്റിക്സിനെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമൂഹം എന്നുള്ളത് നമ്മൾ അവരെ ആകെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരോടൊരു വ്യക്തിവിരോധം അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ഒരു ആശയത്തെ അതിൻ്റെ ആശയത്തിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്പോൾ ബിഗ് ബോസ് ആയിക്കോട്ടെ, മറ്റ് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ലോകത്ത് ഇതിനെ പുഷ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് മൊത്തത്തിൽ. അതായത് LGBTQൻ്റെ ആക്ടിവിസം അല്ലെങ്കിൽ വോക്കിസം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്ന പല മീഡിയാസിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ പുൽകാനുള്ള അവസരം ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രം എന്നുള്ള നിലക്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് എന്നെ കൂടി നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞാൻ കൂടി അംഗീകരിക്കണം എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ഡെമോക്രസി അല്ലെങ്കിൽ അതിന് എതിരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും ഐഡൻറ്റിറ്റി ആയിട്ട് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ അത് എന്നെ കൂടി നിങ്ങൾ എന്ത് ചെയ്ത് ആ പൊളിറ്റിക്സ് ശരിയാണ്, അല്ലാതെ നിങ്ങൾ കൂടി അത് ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ അതിനെ ആ ആശയത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മളെ മറ്റൊരു രീതിയിലേക്ക് മുദ്ര കുത്തുന്നത് ശരിയല്ല. പിന്നീട് നമ്മൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇതിലിപ്പോൾ ജീൻ ഉണ്ട് അല്ലെങ്കിൽ അതാണല്ലോ, അതായത് പുതിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്, അതായത് നമ്മൾ ഒരു കാര്യങ്ങളുടെയൊക്കെ ഒരു സയൻസ് ഇതിന് പിൻബലമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൂടുതൽ അതിന് സപ്പോർട്ടീവ് ആവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെ അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ലോകക്രമം ആയതുകൊണ്ടും കാലമായതുകൊണ്ടും നമ്മൾ നോക്കുന്നത് ഇതിൽ വല്ല സയൻസും ഉണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കുറേ പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് മറ്റുണ്ട് എന്നൊക്കെ വാദിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള പല പഠനങ്ങളും, ഇപ്പോൾ ഡെയിൻ ഹാമർ പറഞ്ഞിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ XQ8 ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് X ക്രോമസോമിലുള്ള ഈ അതിൻ്റെ ഒരു പേരിലുള്ള XQ8 എന്ന് പറയുന്ന അതിൽ ആണ് ഈ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ട്രൈറ്റ്സ് കാണപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പഠനങ്ങൾ. യഥാർത്ഥത്തിൽ ആ പഠനത്തെ അദ്ദേഹം തന്നെ അതിനെ നിരാകരിച്ചിട്ട് ഡിനേ ചെയ്തിട്ടുണ്ട്. ഈ ഡെയിൻ ഹാമർ തന്നെ അതിനെ ഡിനേ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിന് ശേഷം വന്നിട്ടുള്ള കുറേ പഠനങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുസ്തകമുണ്ട്, മൈ ജീൻസ് മൈഡ് മീ ഡു ഇറ്റ് എന്ന് പറയുന്ന ബ്രയർ വൈറ്റ്വുഡും അതുപോലെ തന്നെ ആൻ വൈറ്റ്വുഡും രചിച്ചിട്ടുള്ള ഈ ഒരു പുസ്തകം എത്രത്തോളം വെസ്റ്റ് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ, അതായത് യാതൊരു സയൻസിൻ്റെ പിൻബലവും ഇല്ലാതെ, അതായത് എവിഡൻസ് ആയിട്ട് ഒബ്സർവേഷനിലൂടെ എക്സ്പെരിമെൻറ്റിലൂടെ തെളിയാത്ത കുറേ
പഠനങ്ങൾ, കുറേ റിസർച്ചുകൾ എത്രത്തോളം മനുഷ്യന്മാരെ ഇതിന് സയൻസിൻ്റെ പിന്മല ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ ഡെബ്രാസ് അദ്ദേഹത്തിൻ്റെ ദ എൻഡ് ഓഫ് ജെൻഡർ എന്ന പുസ്തകത്തിൽ അഥവാ ഇവർ ഈ സർജറി തന്നെ വേണമെന്നാണ് ഇവരെ അഭിപ്രായം. അഥവാ ഈ പൊളിറ്റിക്സുകാരുടെ അഥവാ ഈ ഒരു പ്രശ്നത്തിനുള്ള ഏക പരിഹാരം അത് സർജറി ചെയ്യുക, ജനനേന്ദ്രം മാറ്റിവെക്കുക, ഹോർമോണ് മാറ്റി സർജറി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഡെബ്രാസോയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതിനെ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ കഴിയുമെന്നുള്ള ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഫണ്ടിങ് ഇവരുടെ പൊളിറ്റിക്സ് തടഞ്ഞു വെക്കുകയാണ്. ഇടപെട്ടിട്ട് ഗവൺമെൻറ് ഫണ്ടിങ് തടഞ്ഞു വെക്കുന്ന അങ്ങനെ ഈ പൊളിറ്റിക്സിനെ കൊണ്ട് അഥവാ ഒരുപക്ഷെ ലഘുവായ പരിഹാരം കൗൺസിലിങ്ങിലൂടെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതാണ് കൂടുതൽ ഈ കമ്മ്യൂണിറ്റിക്ക് ബെറ്റർ. പക്ഷെ അത് ഇവർക്ക് തന്നെ ഹാമാവുന്ന രീതിയിലേക്ക് ഇവരുടെ പൊളിറ്റിക്സ് മാറുന്ന ഒരു സാഹചര്യം അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ മാർക്ക് ഡേസിനെ പോലത്തെ ഒരു മീഡിയ അനലിസ്റ്റ് അദ്ദേഹമൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ഈ ഫാൾസ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഡാറ്റകൾ മനുഷ്യൻ ലോകത്തേക്ക്, അതായത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹമൊക്കെ വിവരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ BBC-യുടെ ഒക്കെ ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദർ ഇസ് നോ സിംഗിൾ ജീൻ എന്നൊക്കെ പറയുന്ന, അതായത് പഠനങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു സിംഗിൾ ജീൻ എന്തില്ല ഈ ഹോമോസെക്ച്വാലിറ്റിയെ അതിനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് സയൻറ്റിഫിക്കലി തന്നെ പ്രൂവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടാണ് അദ്ദേഹം ഈ പഴയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിനേ ചെയ്തിട്ടുള്ള തള്ളിപ്പോയിട്ടുള്ള പഠനങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുൻപത്തെ പല അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേരളം അല്ലെങ്കിൽ ഇത്തരം ഈ മൂന്നാം കിട ലോകരാഷ്ട്രങ്ങളിലേക്കൊക്കെ പല കാര്യങ്ങളും പല ഇഷ്യങ്ങൾ എന്താ ആയിക്കോട്ടെ അതൊക്കെ വരാൻ എടുക്കുന്ന ഒരു കാലതാമസമുണ്ട്. അതായത് പല രാഷ്ട്രങ്ങളിലും ഇതൊക്കെ ആദ്യമേ നടത്തി കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഫസ്റ്റ് പ്രഖ്യാപിക്കുന്നത് ഇവിടെ ആകെ മെയിലും ഫീമെയിലും എന്ന് മാത്രം മതി. കാരണം അവിടെ ഇത് തെളിഞ്ഞതാണ്, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഒക്കെ അവിടെ തെളിഞ്ഞതാണ്. അതുകൊണ്ടാണ് അദ്ദേഹമൊക്കെ അവിടെ ഓൺലി മെയിൽ ആൻഡ് ഫീമെയിൽ മതിയെന്നും അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള, അതായത് ഈ സ്ത്രീകളുണ്ടല്ലോ, അതായത് സ്ത്രീകൾ ആണെന്ന് വാദിച്ച് അങ്ങനെ മെയിൽസിൻ്റെ ജയിലിൽ പോയി കടന്നിട്ടുള്ള ആളുകൾ അവരെയൊക്കെ എന്ത് ചെയ്യണം, മെയിൽ ജയിലുകളിലേക്ക് തന്നെ മാറ്റണമെന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ മുമ്പ് പ്രശ്നം ഉണ്ടായത് അമേരിക്കയിൽ തന്നെ അല്ലേ? പിന്നെ അഥവാ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ ജയിലിൽ പോയി കിടന്നു, പിന്നീട് ജയിലിലെ 2 സ്ത്രീകൾ ഗർഭിണിയാകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരം കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അവരെയൊക്കെ തിരിച്ചു വിളിക്കണമെന്ന് കൃത്യമായിട്ട് തന്നെ ട്രംപൊക്കെ അഡ്മിനിസ്ട്രേഷനൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇതിനെ, അതായത് ഇവരുടെ ഈ ജെൻഡറും സെക്സും വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് വെല്ലുവിളി നേരിടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മളതിനെ ഒറ്റയടിക്ക് ഇങ്ങനെ നിരാകരിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തി സമൂഹത്തിൽ അത് ശരിയല്ല. മറിച്ച് അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് അതിനുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം ഒരാളുടെ മനസ്സിലുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് നമ്മളുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിനെ ഏത് രൂപത്തിൽ അവരുടെ മനസ്സിനനുസരിച്ച് തന്നെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ തോന്നുന്നത് പലതും തോന്നും. ഒരു മനുഷ്യൻ എന്ന നിലക്ക് മനസ്സിൽ അത്തരം പല സംഗതികളും ഉണ്ടാവും. അപ്പോൾ അതിനെ ഏത് രൂപത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പഠനങ്ങളെ മുടക്കാൻ വേണ്ടിയിട്ട് ഈ ലോബികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവർ ഇതിനിങ്ങനെ പുഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് LGBT ആക്ടിവിസത്തെ അല്ലെങ്കിൽ വോക്കിസത്തിനെ എന്തിനെ ഇങ്ങനെ പുഷ് ചെയ്യുന്നു, കുട്ടികളിലൊക്കെ ജെൻഡർ ഡിസ്ഫോറിയയും മറ്റൊക്കെ സംഭവിക്കുന്ന ഈ ഒരു അജണ്ടയെ അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയെ തന്നെ എന്തിനു വേണ്ടി പുഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നത് ഒരു വീക്ക് പീപ്പിൾ, ഒരു വളരെ വീക്കായിട്ടുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ചിന്തകളൊക്കെ ഇതിലേക്ക് മാറ്റി വളരെ വീക്കായിട്ടുള്ള കുറച്ച് ആളുകളെ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ എന്തിനായിരിക്കും ഇവർ ഈ രൂപത്തിൽ ഇതിനെങ്ങനെ പുഷ് ചെയ്യുന്നത് എന്നുള്ളത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദമാണ്, അല്ലെങ്കിൽ അദ്ദേഹം മാത്രമല്ല ഇതിനെ വാദിക്കുന്ന പല ആളുകളും ഇതിനെ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് പല സ്പീഷീസുകളിലും
ഇത്തരത്തിലുള്ള എന്തുണ്ട് ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു എവല്യൂഷണറി അല്ലെങ്കിൽ ഇത് ലോകത്ത് ഉള്ള ഒരു സംഗതിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് മനുഷ്യന്മാരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു വാദം അദ്ദേഹം ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പീഷീസുമായിട്ട് ഹ്യൂമനെ അനലോജി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. പല സ്പീഷീസിലും ആ സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ മക്കളെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന ഗപ്പി, അതെ അതെ, അത്തരം മീനുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ കഴിയുന്ന, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ എക്സ്ക്രീറ്റഡ് വേസ്റ്റ് കഴിക്കുന്നതായിട്ടുള്ള പല സ്പീഷീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ അനലോജി ശരിയാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയും ഇത്തരം ജീവികളെയും സ്പീഷീസിനും ഇവിടെ നമ്മൾ അനലോജി ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ അനലോജി ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബ്ലണ്ടർ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ മനുഷ്യനെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മനുഷ്യനെ മൃഗീയതയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ എവല്യൂഷണറി പ്രകാരം തന്നെ ഒരു ബാക്കിലോട്ടുള്ള സംചാരമാണ് ശരിക്ക് നടത്തുന്നത്. പിന്നെ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചൈനയിൽ പ്രൊഫസർ സിറു ലിയു അദ്ദേഹം നടത്തിയൊരു പഠനത്തിൽ, അഥവാ അവിടെ ഇങ്ങനെ ഈ ബാരിയേഴ്സ് ഇല്ലാതെ, ഈ ഡിഫറൻസസ് ഇല്ലാതെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അഥവാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തുകയും അവരെ കൂടുതൽ ആ ഒരു നിലക്ക് ട്രീറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ വളർന്നു വന്ന കുട്ടികളിൽ ഈ ജെൻഡർ ഡിസ്ഫോറിയ കൂടുതലായിട്ട് വന്നത് കാണാനായിട്ടായി. അഥവാ ആണേതാണ് പെണ്ണേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം നോർമലൈസ് ചെയ്യപ്പെടുന്നതോടുകൂടി സമൂഹത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെറിയ കഴിവുള്ള ആളുകൾ പോലും കൂടുതൽ വൾണറബിളായിട്ട് ഇതിൻ്റെ ഭാഗമായി മാറുന്നൊരു അവസ്ഥ. അത് എന്തായാലും അറിയാം, നമ്മുടെ കൂടുതൽ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയെയും പിന്നെ പുരോഗതിയെയും അഥവാ മാനവ വിഭവശേഷിയുടെ ലഭ്യതയെ പോലും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം പോയിന്റുകളിലാണ് ഈ മൂവ്മെൻറ്റിനെ നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ സങ്കീർണമാണ്. ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ചില ആളുകളുടെ അഭിപ്രായം, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് ഇവർക്ക് പോകുന്ന തൊഴിലിടങ്ങളിൽ ഇവരെ പരിഗണിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുകയാണ്, തൊഴിൽ ചെയ്യാൻ പോലുള്ള അവസരമില്ല. അങ്ങനെ അവസാനം സെക്സ് വർക്കിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പോകുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം, അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കൃത്യമായി നിർണ്ണയിച്ചു കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറാകണം. എന്നാൽ ഇത്തരം പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഈ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലെ അപാകതകളിലെ വിമർശനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കാനും തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻസൈറ്റ് തൽക്കാലം അവസാനിപ്പിക്കുക.